വ്യാജ പ്രചാരങ്ങൾക്കെതിരെ നിയമ നടപടി കടുപ്പിച്ച് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവർക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന തരൂരിന്റെ വ്യാജ ആരോപണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. സത്യസന്ധമായ വിവരങ്ങളാണ് പ്രകടന പത്രികയിൽ നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിസ്തീയ വിശ്വാസികൾക്ക് പണം നൽകി വോട്ട് നേടാൻ ശ്രമിച്ചുവെന്ന ആരോപണം ശശി തരൂർ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്തപക്ഷം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തരൂരിന് രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. അല്ലെങ്കിൽ ആരോപണം തെളിയിക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിങ്ങനെ കോൺഗ്രസും അവരുടെ പണിയല്ലേ. ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യും, വേറെ നരേന്ദ്രമോദിജിനെ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യും. അവർക്ക് ഇന്ന് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല, ഒറ്റ ഒരു പ്രൊപ്പോസിഷൻ ഇല്ല. അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വിവരങ്ങൾ സത്യസന്ധമാണ്. കോവിഡ് കാലത്ത് നൽകിയ ടാക്സ് ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത ആരോപണങ്ങൾ. കറപുരളാത്ത പൊതുപ്രവർത്തനമാണ് തന്റേതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xൽ കുറിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസനം ചർച്ചയാകാതിരിക്കുന്നതിനാണ് ഇത്തരം വ്യക്തിപരമായ വ്യാജ പ്രചാരണങ്ങൾ ഇടതു വലതു മുന്നണികൾ നടത്തുന്നതെന്ന് വ്യക്തമാണ്. ജനം, തിരുവനന്തപുരം.